നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് മിക്സഡ് ആയിട്ടാണ്. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ പോസിറ്റീവിലൂടെ ക്ലോസ് ചെയ്തത്. 0.5% പോസിറ്റീവിൽ ഡൗ ജോൺസ് ക്ലോസ് ചെയ്തു. S&P 500 0.51%, നാസ്ഡാക്ക് 1.81% മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ആന്ത്രോപിക് AI ഡെവലപ്മെന്റ്സിനെ തുടർന്നുണ്ടായ ഇഷ്യൂസ് എല്ലാ IT കമ്പനികളിലും അതിന്റെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും ഏതാണ്ട് 6%-ഓളമാണ് IT കമ്പനികളെല്ലാം കൂടെ കറക്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഇത്ര കറക്ഷൻ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ട് മുമ്പത്തെ ദിവസം നടന്ന ഏതാണ്ട് 5000 കോടി രൂപയോളം ഷോർട്ട് കവറിംഗ് ആണെന്നാണ് ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന AI വന്നതിനെ തുടർന്ന് ഏതാണ്ട് 10ഓളം ജൂനിയർ എഞ്ചിനീയർമാർ ചെയ്യേണ്ട വർക്ക് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും ഡേറ്റ അനലറ്റിക്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതുപോലെ സെയിൽസ്, മാർക്കറ്റിംഗ് ഈ മേഖലകളിലൊക്കെ വൻ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു നീ ജെർക്ക് റിയാക്ഷൻ ആണ്. ഇതിനു മുമ്പ് ഡീപ് സീക്ക് വന്നതുപോലത്തെ ഉള്ള ഒരു സെന്റിമെന്റ്സ് മാത്രമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും IT കമ്പനികൾ ഗ്ലോബൽ രീതിയിലും ഇന്ത്യയിലും നല്ല സെല്ലിംഗ് പ്രഷർ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോ ഏഷ്യൻ മാർക്കറ്റുകളിലും അതിന്റെ ഒരു പ്രഷർ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ഇനി മറ്റൊന്ന്, ഇന്നലെ അമേരിക്കയിൽ ഗൂഗിളിന്റെ റിസൾട്ട് വന്നിരുന്നു. ഏകദേശം എബോ ആവറേജ് റിസൾട്ട് ആണ് വന്നിരുന്നത്. AMD എന്ന കമ്പനികളുടെ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അവരുടെ റിസൾട്ട് വന്നത് മോശമായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ആ സെക്ടറിലുള്ള കമ്പനികളിലെല്ലാം അതേ തുടർന്നുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു. ഇനി മറ്റൊന്ന്, ഇന്നലെ യൂറോസോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതായിട്ടാണ് അവിടെയുള്ള ഡേറ്റകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗൾഫ്, അതായത് ഇന്ത്യയും GCCയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ടോക്സ് നടക്കുന്നു എന്ന് തന്നെ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നു. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ അപ്പോളോ ടയർ ഏതാണ്ട് 5800 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ നടത്തുന്നു എന്നിടത്തുള്ള വാർത്തകളുണ്ട്. ട്രെൻഡിന്റെ റിസൾട്ട് വന്നത് അത്യാവശ്യം പോസിറ്റീവാണ്. ഇനി സെബി അൽഗോരിതം ട്രേഡിന്റെ റൂൾ ചേഞ്ച് ചെയ്തതായിട്ട്, അത് അപ്ഡേറ്റ് ചെയ്തതായിട്ട് ചില ന്യൂസുകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഒന്നിപ്പോ യൂറോപ്പിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ US-ന്റെ ജോബ് ക്ലെയിംസ് ഡേറ്റ, അതുപോലെ FOMC മിനിറ്റ്സ് ആണെന്ന് വരാനിരിക്കുന്നത്. നാളെ ഇന്ത്യയുടെ RBIയുടെ പോളിസി ഡിസിഷൻ വരും. ഇന്ന് പ്രധാനമായിട്ടും ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ഭാരതി എയർടെൽ, ഹീറോ മോട്ടോ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അങ്ങനെ ഒരുപറ്റം കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ IT ഒഴികെയുള്ള സെക്ടറുകളിലൊക്കെ ഒരു ബൈങ് നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം IT സെക്ടറുകൾ ഇത്രയും നെഗറ്റീവ് ആയപ്പോൾ പോലും മാർക്കറ്റ് അതിന്റെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് അതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വീണ്ടും, അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസും ഒക്കെ ഇടയ്ക്കൊന്ന് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഗോൾഡും സിൽവറും തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. റിസൾട്ടുകൾ വരുന്ന നല്ല റിസൾട്ടുള്ള കമ്പനികൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിനെ ആശംസിക്കുന്നു. താങ്ക് യു.